അയൽവാസികളായ വിനോദിന്റെയും വിജീഷിന്റെയും വീട്ടിൽ മദ്യപിക്കാനെത്തിയതാണ് മണികണ്ഠൻ. മദ്യപാനത്തിനിടെ തർക്കമുണ്ടായി. മണികണ്ഠൻ വിനോദിന്റെയും വിജീഷിന്റെയും അമ്മയെ അസഭ്യം പറഞ്ഞത്രേ. പിന്നാലെ കയ്യാങ്കളിയും കൊലപാതകവും. മദ്യപിച്ച ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയ മണികണ്ഠനെ വീട്ടുമുറ്റത്തിട്ടാണ് തലക്കടിച്ച് കൊന്നത്. പുലർച്ചെ അയൽവാസികളാണ് മണികണ്ഠനെ മരിച്ച നിലയിൽ കണ്ടത്. 10-15 ദിവസമായിട്ട് ഇവിടെ ദിവസവും ബഹളങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞങ്ങളാരും ശ്രദ്ധിക്കാറില്ല, ദിവസമായതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല. മരിച്ച ആൾക്ക് വർഷങ്ങളായിട്ടൊരു മാനസിക രോഗമാണ്. അത് വർഷത്തിൽ 2-3 മാസമുള്ളത്. ഡെയിലി പണിക്ക് പോയിട്ടാണ് ആ കഴിയുന്നത്. പിന്നെ അമ്മയില്ല, ഭാര്യയില്ല, അത് തനിച്ചാണ്. നമ്മൾ വൈകുന്നേരം വരെ ബഹളമുണ്ട്, രാത്രി 10 മണി വരെ. അതുവരെ ഞങ്ങൾക്കറിയുള്ളൂ. ഇതൊക്കെ കാര്യം ഞങ്ങൾക്കറിയില്ല. രാവിലെ കാണുമ്പോൾ മരിച്ച കിടപ്പാണ് കണ്ടത്. നാട്ടുകാർ ചേർന്ന് വിനോദിനെ പോലീസിൽ ഏൽപ്പിച്ചു. പിന്നീട് വിജീഷിനെ പോലീസ് പിടികൂടുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.